എല്ലാവർക്കും ബിജൻ ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത് പുറകെ കാണുന്ന പ്രകാശിന്റെ വേഗ കവളിൽ അശോകലാൻഡ് വൈക്കിംഗ് 13.5 മിനിറ്റ് പണിതിട്ടുള്ള തിരുവനന്തപുരം ചെന്നൈ റൂട്ടിലോടുന്ന ടിപ്പു സുൽത്താൻ എന്ന ബസ്സാണെന്ന് പരിചയപ്പെടുന്നത്. ഈ സ്ലീപ്പറാണ്. നമുക്ക് ഇന്നത്തെ റിവ്യൂയിലേക്ക് കിടക്കാം. അപ്പൊ വണ്ടിയുടെ ഫ്രണ്ട് ലുക്കിലേക്ക് പോയാൽ വണ്ടിയുടെ അത്ര റോഡിനോട് ക്ലോസ് ആയിട്ട് കിടക്കുന്നത്. പ്രകാശിന്റെ വേഗ കൗളിലാണ് വണ്ടി പറഞ്ഞിട്ടുള്ളത്. അതിന്റെ പുറകിൽ യൂണിവേഴ്സിൽ കാണാം, അതും സെയിം വേഗ കൗളിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു സ്കൈ ബ്ലൂ കളറിലുള്ള വണ്ടിയാണ്. നല്ലൊരു മനോഹരമായ ലുക്കും ലിവറി ഉള്ള വണ്ടിയാണ്. വണ്ടിയുടെ നമ്പർ TN 10BU 9910 എന്നുള്ള നമ്പറാണ്. ഇവിടെ പ്രകാശിന്റെ ലോഗോ ഇവിടെ കാണാം. അതുപോലെ ഗ്ലാസ് പോർഷനിലേക്ക് പോകുമ്പോ ഇവിടെ മാഷ അല്ലാന്ന് കൊടുത്തിട്ടുണ്ട്. ഓൾറായിട്ട് ടിപ്പു സുൽത്താൻ എന്നുള്ള പേര് അടിപൊളിയായിട്ട് ഇവിടെ മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആവശ്യമുള്ളവരൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. പ്രകാശിന്റെ ബിൽഡ് ബസ്സുകൾ നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എങ്കിലും ഇവിടെ എയർ ഫിൽറ്ററിന്റെ എക്സോസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഡ്രൈവർ ഡോർ ഇതാ ഇവിടെ, അതിലൊരു മിറർ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ക്വാർട്ടർ ഗ്ലാസ്, ഓപ്പണബിൾ ക്വാർട്ടർ ഗ്ലാസ് ഉണ്ട്. കൊമ്പില് ലൈറ്റ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇത്രയും പോർഷനിൽ ബ്ലൂയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ 2 വിൻഡോ പോർഷൻ നോൺ AC ആയിട്ട് തന്നെ സ്ലൈഡിംഗ് ഗ്ലാസ് പോർഷൻസ് ആണ് വന്നിട്ടുള്ളത്. സ്റ്റീൽ ചെയ്തിട്ടുള്ള മനോഹരമായ വീൽ കപ്സ് കാണാം. വണ്ടിയുടെ ടയർസ് 295/80 22.5 സൈസിലുള്ള ടയേഴ്സ്, വീൽ ആർച്ച്. അതുപോലെ ഇവിടെ ആഡ്ബ്ലൂ ടാങ്ക് ഇവിടെ വരുന്നുണ്ട്. അതിന്റെ ഡീസൽ ടാങ്കിന്റെ ഓപ്പണിങ് ഇവിടെ കാണാം. ഇവിടെ ഒരു ലഗേജ് സ്പേസ് വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു പോർഷനിലും ഇതിന്റെ ലഗേജ് ഏരിയ വരുന്നുണ്ട്. സെൻട്രലായിട്ട് www.tippusultanbus.in എന്നുള്ള വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്ക് വീൽ പോർഷൻ, അതിനുശേഷം ഇവിടെ എമർജൻസി എക്സിറ്റ് ഡോർ കാണാം. വണ്ടിയുടെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വണ്ടി ഒരു ആഷ് കളറിലുള്ള ചെയ്തിട്ടുള്ള ലിവറി എന്ന് പറയുന്നത് നല്ല അത്യാവശ്യം ഭംഗിയായിട്ടുണ്ട്. ഒരു അടിപൊളി ലുക്കാണ് വണ്ടിയുടെ ഈ ഒരു സൈഡ് വ്യൂ കാണുമ്പോൾ തന്നെ. ഇനി വണ്ടിയുടെ ബാക്ക് ലുക്കിലേക്ക് നോക്കിയാൽ മുകളിലായിട്ട് സ്പോയിലർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ S&S അതൊരു ലോഗോ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടിപ്പു സുൽത്താന്റെ വെബ്സൈറ്റ് അഡ്രസ്സ് കാണാം. ബാദുഷാ സുൽത്താൻ അങ്ങനെ ഒരു പേര് കൊടുത്തിട്ടുണ്ട്. ഇതൊരു മനോഹരമായ അടിപൊളി ലഗേജ് സ്പേസ് ഇതിന്റെ ബാക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ രണ്ട് സൈഡിലും ഇതിന് ഓപ്പണിംഗ് ഉണ്ട്. കൂടാതെയാണ് ബാക്കിലുള്ള ഓപ്പണിംഗ് കൂടെ കൊടുത്തിട്ടുള്ളത്. നമ്പർ താഴെ കാണാം. സെൻസർ കാര്യങ്ങളൊക്കെ 4 സെൻസർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 4 സ്ക്വയർ ഉള്ള 4 ലൈറ്റുകൾ വിത്ത് പാർക്ക് ലൈറ്റ്സ് ആണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. ഇത്രയാണ് ഇതിന്റെ ഒരു ബാക്ക് ലുക്ക്. അതുപോലെ അടുത്ത സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ 2 ലഗേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ഒന്ന് സ്പെയർ വീലാണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ മുകളിലായിട്ട് സ്ലീപ്പർ കോച്ച് എന്ന് കൊടുത്തിട്ടുണ്ട്. സീറ്റർ കം സ്ലീപ്പർ ആണ്. ഇവിടെ ലാഡർ, സൈഡ് ലാഡേഴ്സ് കാണാം. ബാക്ക് വീൽ പോർഷൻ ഇവിടെ 1 2 3 ലഗേജ് സ്പേസ് പ്ലസ് ഇവിടെ ബാറ്ററി ബോക്സ് വരുന്നുണ്ട്. ഇവിടെ 12 വോൾട്ടിന്റെ 2 ബാറ്ററിയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതുപോലെ ഫ്രണ്ട് വീൽ പോർഷൻ ഇവരുടെ ഒരു നാഷണാലിറ്റി ഇവര് പ്രകടിപ്പിക്കുന്ന രീതിയിൽ ഒരു ഫ്ലാഗ് കൊടുത്തിട്ടുണ്ട്. വി സല്യൂട്ട് അവർ നാഷൻ. ഇവിടെ പ്രകാശിന്റെ ബാഡ്ജിങ് ഇവിടെ കൊടുത്തിരിക്കുന്ന കാണാം. ഫ്രണ്ട് ഡോർ പോർഷൻ. ഇത്രയാണ് ഈ ഒരു ബസിന്റെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ടിപ്പു സുൽത്താന്റെ ഡ്രൈവർ ക്യാബിന്. അതിൽ നമുക്ക് ഡ്രൈവറെ പരിചയപ്പെടാം. പേര് പളനി, വീട് തിരുനെല്ലി. ബാക്കി ഡ്രൈവർക്കായിട്ട് ഇതാ ബെർത്ത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാബിനുണ്ട്. ഇവിടെ എയർ വെന്റിലേഷൻ വന്നിട്ടുണ്ട്. ഇവിടെ കോ ഡ്രൈവർക്കുള്ള സീറ്റ് ഉണ്ട്. ലോക്കബിൾ ക്യാബിൻ ഉണ്ട്. ഇവിടെ ആയിട്ട്
ടിപ്പു സുൽത്താൻ ട്രാവൽസ് വെൽക്കംസ് യു എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡോറിലായിട്ട് ടിപ്പു സുൽത്താന്റെ വെബ്സൈറ്റ് അഡ്രസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, വെൽക്കം. അപ്പൊ ഇന്റീരിയറിലേക്ക് വരുമ്പം 25 സീറ്റുകളും 24 ബെർത്തുകളാണ് ഈ 13.5 മീറ്റർ ചേസിൽ പ്രകാശ് ക്രമീകരിച്ചിട്ടുള്ളത്. ഗാങ് വേലുകളായിട്ട് രണ്ട് സൈഡിലായിട്ടും സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലായിട്ടും സ്ട്രിപ്പ് ലൈറ്റ് ഫുൾ ലെങ്ത് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. സീറ്റിന്റെ ലുക്കിലേക്ക് നോക്കുകയാണെങ്കിൽ 3 ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. നല്ല അത്യാവശ്യം വീതിയുള്ള അടിപൊളി സീറ്റുകളാണ്. വണ്ടിക്ക് ഇന്റീരിയർ ചെയ്തിട്ടുള്ള സൈഡിലൊക്കെ സ്റ്റീലിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ചാർജിങ് പോയിന്റുകൾ വന്നിട്ടുണ്ട്. മുകളിലായിട്ട് റീഡിംഗ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലാഡേഴ്സ്, സ്റ്റീലിന്റെ ലാഡേഴ്സ് രണ്ട് സൈഡിലായിട്ട്, ഈ സൈഡിൽ ബെർത്താണ്, ഈ സൈഡിൽ സീറ്റാണ്, അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബെർത്തിന്റെ ലുക്കിലേക്ക് പോകുമ്പോൾ ഇതാ ബ്ലൂ കളറിൽ ചെയ്തിട്ടുള്ള ബെഡ്ഷീറ്റ്, കർട്ടൻസ്, പില്ലോ, ഇവിടെ നോക്കുമ്പോൾ മൊബൈൽ ഹോൾഡർ, ചാർജിങ് പ്ലഗ് പോയിന്റ്, USB പോർട്ട് ഉണ്ട്. ഇത്തരം കാര്യങ്ങൾ ഇതിൽ ബെർത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഡബിൾ ബെർത്തിൽ നോക്കുമ്പോൾ ബാക്ക് സപ്പോർട്ട് വന്നിട്ടുണ്ട്. അതുപോലെ 2 മൊബൈൽ ഹോൾഡർ, 2 ചാർജിങ് പോയിന്റ്, റീഡിംഗ് ലാംപ്സ്, അതുപോലെ ഇവിടെ ലഗേജ് സ്പേസ്, ഇവിടെ ഹാൻഡ് ലഗേജ് വെക്കാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബ്ലൂ കട്ടൻസും ബ്ലൂ ബെഡ്ഷീറ്റ് ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് ഇതിനുള്ളിലുണ്ട്. ബാക്ക് പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെ ട്രിപ്പിൾ സീറ്റാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ എമർജൻസി എക്സിറ്റ് ഡോർ ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട്. 25 സീറ്റ്, 24 സീറ്റ് അവിടെ, 25 സീറ്റ് ഈ ഒരു സെൻട്രലാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഈ ബെർത്ത് അതിന് സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. ലാഡറിന്റെ അപ്പുറത്തായിട്ട് ഈ സീറ്റിന് ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ രണ്ടറ്റത്തായിട്ടും ബെർത്തുകൾ ഇതിന്റെ ഹെഡ് മാറിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്കാണ് ബാക്കിലെ 2 ബെർത്തുകളും ക്രമീകരിച്ചിട്ടുള്ളത്. അതുപോലെ ബാക്ക് ഫുള്ളായിട്ട് കർട്ടൻ ഇട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. ടിപ്പു സുൽത്താന്റെ പേര് കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ബാക്കി വർക്കെല്ലാം സ്റ്റീലിന്റെ വർക്കാണ് ചെയ്തിട്ടുള്ളത്. മുകളിലായിട്ട് ആ ഒരു മരത്തിന്റെ ഒക്കെ ഒരു ഡിസൈനുള്ള ഒരു മൈക്ക ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. നല്ലോണം ഉറങ്ങാൻ പറ്റുന്ന രീതിയിൽ നല്ല റിക്ലൈനിങ് ഉള്ള സീറ്റുകളാണ് ഈ വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു റിക്ലൈനിങ്ങിൽ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. സീറ്റിന്റെ ബാക്കിലേക്ക് വരുമ്പോൾ ബോട്ടിൽ ഹോൾഡർ, ഫയൽ ഹോൾഡർ, ലെഗ് സപ്പോർട്ട്, നമ്മുടെ ഹാൻഡിൽ ഹോൾഡർ എല്ലാം ഭംഗിയാക്കി കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ അസിസ്റ്റന്റിനോട് പരിചയപ്പെടാം. പേര് മദൻ, വീട് തിരുനെൽവേലി. എല്ലാവർക്കും നമ്മുടെ ടിപ്പു സുൽത്താന്റെ സ്ലീപ്പർ കം സീറ്റർ ബസിന്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇവര് ബുക്ക് ചെയ്യാനുള്ള വെബ്സൈറ്റ് അഡ്രസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇവര് തിരുവനന്തപുരത്ത് നിന്ന് വൈകുന്നേരം 6:30ക്കും ചെന്നൈയിൽ നിന്ന് വൈകുന്നേരം 4:30ക്കാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർ ബുക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ ഫ്രം ബിജു നിലമ്പൂർ.